വർഷങ്ങളായി മറഞ്ഞു കിടക്കുന്ന നിഗൂഢമായ ഒരു പുരാതന കല്ലറയുണ്ട് വയനാട്ടിൽ. വയനാട് മേപ്പാടി പുത്തുമലയിലെ തേയിലത്തോട്ടത്തിനുള്ളിലെ ബ്രിട്ടീഷ് സായിപ്പിന്റെ കല്ലറ. ആ കല്ലറയിലേക്കാണ് ദീപക് നമ്മളെ കൊണ്ടുപോകുന്നത്. നിഗൂഢതകൾ ഏറെയുള്ള ഒരിടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വയനാട് മേപ്പാടിയിൽ തേയിലത്തോട്ടത്തിനകത്ത് വർഷങ്ങളേറെ പഴക്കമുള്ള പുരാതനമായ ഒരു ബ്രിട്ടീഷ് കല്ലറയുണ്ട്. ആ കല്ലറയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്ക് പോകുന്ന വഴിയിൽ കണ്ണെത്താ ദൂരത്തോളം ഇരുവശങ്ങളിലും പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാം. ദശാബ്ദങ്ങൾക്ക് മുൻപ് താമരശ്ശേരി ചുരത്തിലൂടെ വഴിവെട്ടി വയനാട്ടിലേക്ക് എത്തിയ ബ്രിട്ടീഷുകാർ വൈത്തിരി മേപ്പാടി കുന്നുകളിൽ സമൃദ്ധമായി വളർന്നിരുന്ന ഏലത്തോട്ടങ്ങൾ വെട്ടിക്കളഞ്ഞ് തേയില കൃഷി ആരംഭിച്ചു. കൃഷിയുടെ മേൽനോട്ടത്തിനും ബ്രിട്ടീഷുകാരുടെ സുഖവാസത്തിനുമായി നിർമ്മിച്ച ബംഗ്ലാവുകൾക്ക് സമീപം നിരവധി കല്ലറകൾ ഉണ്ടായിരുന്നു. നമ്മൾ അന്വേഷിച്ചു വന്ന ബ്രിട്ടീഷ് കല്ലറ ഈ പരിസരത്ത് എവിടെയോ ആണ്. ഈ ഭാഗത്ത് ആയിട്ടാണ് നമുക്ക് നേരത്തെ മനസ്സിലായത്. അപ്പോൾ നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്ത് തന്നെ ഒരു പ്രദേശത്തായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. സ്വാതന്ത്ര്യത്തിനു ശേഷം വിദേശികൾ മടങ്ങിയതോടെ കല്ലറകളിൽ നിധിയുണ്ടെന്ന വ്യാജ പ്രചരണത്തെ തുടർന്ന് പലതും സാമൂഹ്യ വിരുദ്ധർ തകർത്തു. അങ്ങനെ അവസാനം നമ്മൾ അന്വേഷിച്ച് നടന്ന കല്ലറ കണ്ടെത്തി. ഇതാണ് പണ്ട് വയനാട്ടിലെ ഏറ്റവും ഏറെ പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് കല്ലറ. എഴുതിയിട്ടുണ്ട് ജോർജ് ബോംബാച്ച് ഡൈഡ് 10 ജൂൺ 1875, ഏജ് 27. പഴയൊരു ബ്രിട്ടീഷുകാരൻ്റെ കല്ലറയാണിത്. 1875 സിമന്റും സുർക്കയും ഉപയോഗിച്ച ചുറ്റും കെട്ടി നടുക്ക് കുരിശുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ഈ കല്ലറ ഇന്നും ബ്രിട്ടീഷുകാരുടെ അടയാളമായി ഇവിടെ അവശേഷിക്കുന്നു. ഏകദേശം 180ഓളം വർഷം പഴക്കമുള്ള ഈ ബ്രിട്ടീഷ് കല്ലറ കേടുപാടുകളൊന്നുമില്ലാതെ ഇന്നും നിലനിൽക്കുന്നത് വലിയ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി സന്ദർശകർക്കായി ഇത് തുറന്നു നൽകിയാൽ വയനാടിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.